ഈശോയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സീസറിന് നികുതി കൊടുക്കണമോ എന്നതാണ് ചോദ്യം. അത് ഈശോയെ കൊടുക്കാനുള്ള ചോദ്യമാണ്. എനിക്കിന്നത്തെ വചനഭാഗം വളരെ ഇഷ്ടമാണ്. എത്ര തന്മയത്വത്തോടെ സ്വാഭാവികമായിട്ടാണ് ഈശോ മറുപടി പറയുന്നത്. ഇങ്ങനെ നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇത് പരിശീലിച്ച് പറയുന്നതൊന്നുമല്ല കേട്ടോ, കർത്താവ് പഠിച്ചിട്ട് പറയുന്നതുമല്ല. ആ മറുപടിയുടെ പ്രത്യേകത അത് സ്വതസിദ്ധമായി ലഭിക്കുന്നതാണ്, സ്വാഭാവികമായി ലഭിക്കുന്നതാണ്, അന്തഃപ്രചോദനാത്മകമായി ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഇങ്ങനെ അന്തഃപ്രചോദനാത്മകമായി മറുപടി പറയാൻ സാധിക്കുന്നത്? അത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതാണ്. ദൈവകൃപയിൽ വളരുമ്പോൾ, ഒരു ജീവിതം മുഴുവൻ ദൈവകൃപയിൽ നിറയുമ്പോൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, നിങ്ങളെ അവർ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ പിടിക്കേണ്ടതില്ല. നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് അപ്പോൾ നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ആത്മാവ്. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവകൃപയിൽ നിറഞ്ഞതാണെങ്കിൽ പറയേണ്ടത് എന്തെന്ന് നമ്മുടെ അധരങ്ങളിൽ കിട്ടും. അധരം തുറക്കുമ്പോൾ വചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞത് ഓർക്കുന്നില്ലേ? രണ്ടാമത്തെ സംഗതി അതാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, സ്വാഭാവികമായി ദൈവകൃപയിൽ ആശ്രയിച്ച് ഉത്തരം പറയുക, അന്തഃപ്രചോദനാത്മകമായിട്ട് പറയുക, അതിന് ദൈവകൃപയിൽ നിറഞ്ഞ് ജീവിക്കുക. രണ്ടാമത്തെ കാര്യം, തൻ്റെ ഇടത്തോടെ മറുപടി പറയുക, അതായത് മുഖത്ത് നോക്കി മറുപടി പറയുക. മുഖസ്തുതി തിരിച്ചറിയുമ്പോഴാണ് മുഖത്ത് നോക്കി മറുപടി പറയാൻ സാധിക്കുന്നത്. നമുക്ക് അഭിനന്ദനമുണ്ട്, മുഖസ്തുതിയുണ്ട്. മുഖത്ത് നോക്കി പുകഴ്ത്തുന്നത്, സ്തുതിക്കുന്നതാണ് മുഖസ്തുതി. അഭിനന്ദനമോ ആത്മാർത്ഥമായി വരുന്നതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഭാരതീയ ആചാര്യന്മാർ ദുഷ്ടന്മാർക്ക് 3 ലക്ഷണങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒന്ന്, അവരുടെ മുഖം പത്മദളാകാരം, താമരപ്പൂ പോലെ പ്രസന്നമായിരിക്കും. മുഖം കണ്ടു കഴിഞ്ഞാൽ ഇവൻ ദുഷ്ടനാണെന്ന് ആരും പറയില്ല. വചസോ ചന്ദനം പോലെ ശീതളം, കുളിർമയുള്ള വാക്കുകളായിരിക്കും പറയുന്നത്. അതിനകത്ത് മുഖസ്തുതി ഉണ്ടാവും, കോരിത്തെരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും, നല്ല ഭാഷയിൽ പറയും. ഇത് കണ്ടാലും, ഈ വ്യക്തിയെ കണ്ടാലും, അയാളുടെ വാക്കുകൾ കേട്ടാലും ദുഷ്ടനാണെന്ന് ആരും പറയുകയില്ല. എന്നാൽ ഹൃദയത്തിൽ അഗ്നി നിറഞ്ഞിരിക്കും. എന്തിൻ്റെ? കോപത്തിൻ്റെ, പകയുടെ, പ്രതികാരത്തിൻ്റെ. ഈ 3 ലക്ഷണങ്ങളവൻ ദുഷ്ടനാണ്. ഈ ദുഷ്ടനെ തിരിച്ചറിഞ്ഞാൽ മുഖത്ത് നോക്കി പറയണം ദുഷ്ടനാണെന്ന്. കപട നാട്യക്കാരെ, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നെന്ന് കർത്താവ് ചോദിച്ചു. ചെന്നായി എന്ന് വിളിക്കേണ്ടവനെ ചെന്നായി എന്ന് വിളിക്കണം, കുറുക്കൻ എന്ന് വിളിക്കേണ്ടവനെ കുറുക്കൻ എന്ന് വിളിക്കണം. ആ തൻ്റെ ഇടം കർത്താവിൻ്റെ മക്കൾ കാണിച്ചേ പറ്റൂ. അത് കാണിക്കണം. കർത്താവ് അത് കാണിച്ചിരുന്നു. ആ ധൈര്യം, ആ തൻ്റെ ഇടം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ടുള്ള കാര്യം, 3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൗതിക അധികാരവുമായി ഒരകലം പാലിക്കണം. എന്തകലമാണ്? റെസ്പോൺസിബിൾ ഡിസ്റ്റൻസ്, ഉത്തരവാദിത്വപൂർണമായ അകലം. അതായത് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക തന്നെ വേണം. നികുതിയാണെങ്കിൽ നികുതി, മറ്റു കടമകളാണെങ്കിൽ ആ കടമകൾ ചെയ്യണം. എന്നാൽ സീസർ ദൈവത്തിനുള്ളതിൽ കയറി ആധിപത്യം പുലർത്താൻ തുടങ്ങിയാൽ, അതായത് ദൈവേഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോട് പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ എതിർക്കുക തന്നെ വേണം. അപ്പോൾ ദൈവേഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സീസർ, അതായത് ഭൗതിക അധികാരം പറയാതിരിക്കുന്നിടത്തോളം കലാപമുണ്ടാക്കാൻ പോകരുത് എന്നർത്ഥം. ഞാൻ നിർത്തുകയാണ്. മുഖസ്തുതിയിൽ നിന്ന് അകന്നു നിൽക്കുക, അത് മനസ്സിലാക്കുക, ദൈവകൃപയിൽ ആശ്രയിച്ച് മറുപടി പറയുക, ഭൗതിക അധികാരത്തോട് ഉത്തരവാദിത്വപൂർണമായ ഒരകലം പാലിക്കുക. ഈശോ അനുഗ്രഹിക്കും.